വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സയൻസിൻ്റെ മോഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു. അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് മെഷർ ചെയ്യാൻ, നമുക്ക് അളക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്തിനാണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോവാം. In ancient times, the length of the foot, the width of the finger, and the distance of a step were commonly used as a different unit of measurement. പണ്ട് കാലങ്ങളിൽ കാൽപാദങ്ങളുടെ അളവുകൾ, പിന്നെ അതുപോലെ രണ്ട് ഫിംഗേഴ്സ് തമ്മിലുള്ള, പ്രത്യേകിച്ചും തമ്പും 4 ഫിംഗറും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിച്ചിരുന്നു? മെഷർമെൻറ്റ്, ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് മെഷർമെൻറ്റായിട്ട് ഉപയോഗിച്ചിരുന്നു. But in Indus Valley civilization must have used very good measurements of length because we see the evidence of excavations of perfectly geometrical constructions. എന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദീതട സംസ്കാരങ്ങളിൽ നമ്മൾ ഇതിലും കുറച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള മെഷർമെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. എന്താ അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചാൽ, അവിടുത്തെ എക്സ്കവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരിത്രകാരന്മാരുണ്ടല്ലോ, അതായത് ഈ അവശിഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ആൾക്കാർ, പണ്ട് കാലത്തെ സിവിലൈസേഷൻ്റെ പഠനം നടത്തുന്ന ആൾക്കാർ ഭൂമിക്കടിയിൽ നിന്നൊക്കെ ധാരാളം ജിയോമെട്രിക്കൽ ഷേപ്സുകളൊക്കെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സമയത്തേത് കണ്ടെത്തിയിട്ടുണ്ട്. എ ക്യൂബിറ്റ് as a length from the elbow to the fingertips are used to ancient Egypt and also accepted as a unit of length in other part of the world. ഈജിപ്തുകാർ ക്യൂബിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ എൽബോ മുതൽ, അതായത് കൈയുടെ മുട്ട് മുതൽ നമ്മുടെ ഫിംഗറിൻ്റെ അറ്റം വരെ അത്രയുമുള്ള ഡിസ്റ്റൻസിന് നമ്മൾ 1 ക്യൂബിറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഈജിപ്തുകാരായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഈ ലോകത്തെ പല സ്ഥലങ്ങളും ഈ ക്യൂബിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിരുന്നു. People also use the foot as a unit of length in different part of the world. The length of the foot used varies slightly from region to region. പിന്നെ ഈ ഫൂട്ട് എന്ന് പറയുന്ന കാലിൻ്റെ പാദത്തിൻ്റെ അളവും അതും മിക്കവാറും എല്ലാ രാജ്യക്കാരും ഉപയോഗിച്ചിരുന്നു. People measured the yard of cloth by the distance between the end of the outstretched arm and their chin. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് യാർഡ് എന്ന് പറയുന്നത്. യാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കൈ നമ്മൾ നീട്ടി നിൽക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ കൈ നീട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ചിൻ വരെയുള്ള, ഇത് മുഖത്തിൻ്റെ ഈ ചിൻ മുതൽ ഔട്ട്സ്ട്രെച്ച്ഡ് ആം, ഈ ഡിസ്റ്റൻസാണ് എന്ത് പറയുന്നത് 1 യാർഡ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരുന്നത്. അതായത് നമ്മുടെ കവളില്ലേ, കവളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ നീട്ടിപ്പിടിച്ചിരുന്ന കൈ വരെ ഉള്ള ഭാഗമാണ് 1 യാർഡ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ സ്മോൾ ലെങ്ത് മെഷർ യൂസ്ഡ് as അങ്കുൽ, ഫിംഗർ ആൻഡ് മുഷ്ടി. ഈവൻ ടുഡേ വി ക്യാൻ see flower sellers using their forearm as a unit of length of garlands in many towns of India. അതായത് ഈ ഫിംഗർ, അതായത് അങ്കുലി, ഒരു വിരലിൻ്റെ ദൂരം, അതൊരു മെഷർമെൻ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ മുഷ്ടി എന്ന് പറയുന്നത് നമ്മൾ മുഴം എന്ന് പറയും. നമ്മൾ മുല്ലപ്പൂമാലയൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് 1 മുഴം പൂവെന്നാണ്. അപ്പോൾ ഈ 1 മുഴം പൂവെന്ന് പറയുന്നത് ഈ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കൈയുടെ വിരൽത്തുമ്പിൽ നിന്ന് നമ്മുടെ എൽബോ വരെയുള്ള ദൂരമാണ് അവർ ഈ പറയുന്ന 1 മുഴം എന്ന് പറഞ്ഞ് നമുക്ക് പൂ തരുന്നത്, ഗാർലൻഡ്, പൂമാല തരുന്നത്. However, everyone's body parts could be of slightly different sizes. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ബോഡി പാർട്സ് വെച്ചുള്ള മെഷർമെൻ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കൈക്ക് ഇപ്പോൾ നീളം കുറവായിരിക്കും, പക്ഷെ വേറൊരാളുടെ കൈക്ക് നല്ല നീളം ഉണ്ടെങ്കിലോ, അപ്പം ഡിഫറൻസ് വരും മെഷർമെൻറ്റിന്. So again problem arise in 1790 the French created a standard unit of measurement called metric system. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
പോയിൻ്റാണ്. മെട്രിക് സിസ്റ്റം എന്ന് പറയുന്ന യൂണിറ്റ്, അതായത് ഒരു മെഷർമെൻറ്റ് അതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരാണ്. അത് 1790 കണ്ടുപിടിച്ചത്. For the sake of uniformity, scientists all over the world have accepted a set of standard unit of measurement. The system of unit now used is called International System of Unit, SI unit. അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, SI യൂണിറ്റ്. ഇതാണിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലുണ്ടല്ലോ, ഇതിൻ്റേതും അത് തന്നെയാണ്. SI യൂണിറ്റിലുള്ള മെഷർമെൻ്റാണ് ഉള്ളത്. അപ്പോൾ SI യൂണിറ്റിലുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. ഇങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അപ്പോൾ 1000 മീറ്റർ എത്രയാണ്? 1 കിലോമീറ്റർ. ദെൻ 1 മീറ്റർ എന്ന് പറഞ്ഞാലോ 100 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 10 മില്ലിമീറ്റർ. അപ്പോൾ അത് നിങ്ങൾ ആ യൂണിറ്റ് അതേമാതിരി തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ആ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഈ മെഷർമെൻ്റൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ മെഷർമെൻ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിപ്പം അനുസരിച്ച്, സാധനങ്ങളുടെ വലിപ്പം അനുസരിച്ചാണ് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് നമ്മൾ കാണുന്നത്. തുണിയുടെയാണ് മീറ്ററിലായിരിക്കും നമ്മൾ കാണുന്നത്. 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ എന്നായിരിക്കും. നമ്മൾ സ്കെയിലിൽ ഒരു മെഷർമെൻറ്റ് എടുക്കുവാണെങ്കിൽ 2 സെൻറ്റിമീറ്റർ അല്ല 5 സെൻറ്റിമീറ്റർ അങ്ങനെയാണ്. നമ്മളൊരു ദൂരമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടൗണിൽ വരെ പോകുന്നു. അപ്പോൾ എത്ര കിലോമീറ്റർ? അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? കിലോമീറ്റർ എന്ന യൂണിറ്റ്. അപ്പോൾ ഏറ്റവും വലിയ യൂണിറ്റ് കിലോമീറ്ററും അതിന് തൊട്ട് താഴെയായിട്ടുള്ളത് മീറ്ററും അതിന് താഴെയായിട്ടുള്ള സെൻറ്റിമീറ്ററും. വളരെ തീരെ ചെറിയ ദൂരമാണെങ്കിലോ വളരെ കുറഞ്ഞ സ്ഥലമാണെങ്കിലോ നമ്മൾ മില്ലിമീറ്റർ എന്ന നിലയിലാണ് അളക്കുന്നത്. ഇത് എങ്ങനെയാണ് ഒരു മീറ്റർ സ്കെയിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളറിലെ സ്കെയില്, അതിലെങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു മെഷർമെൻ്റ് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ മീറ്റർ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ പല ടൈപ്പിലുള്ള നമ്മൾ ഉപയോഗം പലതാണ്. അപ്പം നമ്മൾ ബുക്കിൻ്റെ ഒരു ദൂരം അല്ലെ ബുക്കിനകത്തൊരു പടം വരയ്ക്കാനാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു ടൈലറിനടുത്ത് ചെന്നിട്ട് ഒരു തുണിയുടെ അളവാണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ടേപ്പായിരിക്കും. പിന്നെ അത് ഒരു ക്ലോത്ത് മർച്ചൻറ്റിൻ്റെ അടുത്താണ് ചെല്ലുന്നതെങ്കിൽ അതൊരു മീറ്റർ റോഡിലായിരിക്കും നമുക്ക് അവർ വലിയൊരു മീറ്റർ റോഡ് എടുത്ത് വെച്ചിട്ടായിരിക്കും അതിൽ അളവ് വെച്ചായിരിക്കും അവർ അളവെടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പറയുന്നു നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ ചെറിയ ടേപ്പ് അല്ലെങ്കിൽ മീറ്റർ റോഡ് എന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് സൈസോ ഒക്കെ നമ്മുടെ മീറ്റർ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റില്ല. അതിന് കുറച്ചുകൂടെ എന്താ പറയുന്നത് ചുറ്റും എന്താ പറയുന്നത് വളവുള്ള അല്ലേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ സ്കെയിൽ കൊണ്ട് നമുക്ക് ഒരു മരത്തിൻ്റെ ചുറ്റും അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടേപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ടേപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, അതായത് ബുക്കിൽ യൂസ് ചെയ്യുന്ന മീറ്റർ ഉണ്ടല്ലോ, അതായത് സ്കെയില്, അതിലെങ്ങനെ അളവെടുക്കുന്നതെന്ന്. ഇത് എല്ലാ മെഷർമെൻറ്റിനും ബാധകമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഏതാണോ അളക്കേണ്ടത് അതിന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മീറ്റർ സ്കെയിൽ വെക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഇതുപോലെ ചരിച്ച് വെക്കരുത്. പിന്നെ അതുപോലെ എവിടെ നിന്നാണോ നിങ്ങൾക്ക് അളക്കേണ്ടത്, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമെന്ന് വെച്ചോ, ഇവിടെ ഒരു ലൈൻ ഞാൻ വരച്ചു. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ മീറ്റർ നമ്മുടെ സ്കെയിലിൻ്റെ 0 വേണം വെക്കാൻ. ഒരിക്കലും 1 ഇവിടെ കൊണ്ട് വെക്കരുത്. എന്നിട്ട് 0 മുതലാണ് നമ്മളിങ്ങോട്ട് അളക്കേണ്ടത്. 1 2 3 4 5 എന്ന് അളക്കേണ്ടത്. നമ്മൾ അളക്കുമ്പോൾ ഇപ്പം അല്പം തെറ്റിപ്പോയെന്ന് വെച്ചോ, എല്ലാം ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയ അടുത്ത് ഇപ്പം 1ൻ്റെ സ്ഥാനത്തൊന്നും നിങ്ങൾ എടുത്തത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്, ഇത് എൻഡ് പോയിൻ്റ്. പക്ഷെ ഞാൻ മീറ്റർ സ്കെയിലിൻ്റെ 1 ആണ് ഇവിടെ വെച്ചത്. അപ്പോൾ എനിക്ക് 2 3 4 5 6 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് അളക്കണം എന്ത് ചെയ്യണം? ഈ നമുക്ക് ലാസ്റ്റ് കിട്ടിയ നമ്പറിൽ നിന്ന് ഈ 1 മൈനസ് ചെയ്യണം.
-1 ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 0 ആ മെഷർമെൻറ്റിൽ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 0 നമ്മുടെ സ്കെയിലിൻ്റെ 0 വെക്കണം. എന്നിട്ട് അത് എത്രയാണെന്ന് അളന്നെടുക്കണം. അതുപോലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണിത്. അതായത് നമ്മൾ ഒരിക്കലും കോർണറിൽ വെച്ച് ഒരിക്കലും ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കണ്ട. നേരെ മുകളിൽ നിന്ന് വേണം മീറ്റർ സ്കെയിലിലേക്ക് നോക്കി കറക്റ്റായിട്ട് അതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ. ഇനി ആക്ടിവിറ്റി ഉണ്ടേ, നോക്കാം നമുക്ക്. മെഷർ ദ ഹൈറ്റ് ഓഫ് യുവർ ക്ലാസ്മേറ്റ് യൂസിങ് ഹാൻഡ് സ്പാൻ ആൻഡ് ദെൻ യൂസിങ് എ മീറ്റർ സ്കെയിൽ. ഫോർ ദിസ് ആസ്ക് യുവർ ക്ലാസ്മേറ്റ് ടു സ്റ്റാൻഡ് വിത്ത് ദ ബാക്ക് എഗനസ്റ്റ് ദ വോൾ. ഇതൊരു ചെറിയ ആക്ടിവിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ഫ്രണ്ടിനെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളുടെ ഹാൻഡ് സ്പാൻ മുതൽ, അതായത് കൈയുടെ അളവ് വെച്ചിട്ടും പിന്നെ യഥാർത്ഥത്തിൽ ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ടും എന്ത് ചെയ്യുക? ഹൈറ്റ് അടക്കുക. എന്നിട്ട് അത് 2 കോളത്തിലായിട്ട് എഴുതി ചേർക്കുക. കുറച്ച് വ്യത്യാസം വരും. കാര്യം ഓരോരുത്തരുടെയും ഹാൻഡ് സ്പാൻ, അതായത് കൈയുടെ അളവ് വ്യത്യാസം വരുമല്ലോ. പക്ഷേ മീറ്റർ സ്കെയിൽ വ്യത്യാസമൊന്നും വരത്തില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം എന്താ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, എവരിബഡി ഈസ് യൂസിങ് ദ സെയിം സ്കെയിൽ ആൻഡ് നോട്ട് ഡിഫറെൻറ്റ് ഹാൻഡ് സ്പാൻസ്. അതായത് ആ മീറ്റർ സ്കെയിലിൻ്റെ അളവ് ഒരേപോലെ വരാനുള്ള കാരണം എന്താണ്? അവരെല്ലാവരും ഒരു മീറ്റർ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കൈയുടെ അളവും വ്യത്യാസമായിട്ട് വരും. ഇനി മെഷറിങ് ദ ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ. ഒരു കർവ്ഡ് ആയിട്ടുള്ള, അതായത് വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന ഒരു ലൈനിൻ്റെ ലെങ്ത് എങ്ങനെ? അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ചത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ പഠിച്ചപ്പോഴാണ് പറയുന്നത് ഇനിഷ്യൽ പോയിന്റ്, അതായത് തുടക്കം 0-ൽ വെക്കണം. പിന്നെ സ്കെയിൽ നേരെ പിടിച്ച് വെക്കണം. അതിന് ശേഷം നേരെ മുകളിൽ നിന്ന് നോക്കണം എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുമ്പം ഇതിനെ എങ്ങനെ, അല്ല ഇങ്ങനെ വളഞ്ഞു പൊളിഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അതിന് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു വരയാണെന്ന് വിചാരിക്കും. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു നൂലെടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു കെട്ടിടുക എന്നുള്ളതാണ്. എന്നിട്ട് അതിവിടെ വെക്കുക. എന്നിട്ട് അതിനോട് ചേർത്ത് ഈ നൂല് പിടിക്കുക ഇങ്ങനെ. എന്നിട്ട് അവസാനം എവിടെ വരെ ഉണ്ടോ ആ ലൈൻ്റെ അവിടെ ഒരു കെട്ടിടുക. നൂലാണ് എടുക്കുന്നത്. അപ്പം നൂലിൻ്റെ ഇവിടെ ഒരു കെട്ടുണ്ട്, ഇവിടെ. എന്നിട്ട് ഈ നൂല് നേരെ അങ്ങ് നോക്കുക. കണ്ടോ? അപ്പം ഇവിടെ 2 കെട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മീറ്റർ സ്കെയിൽ ഇതിൽ വെച്ച് നോക്കുക. 0 വെച്ച് നോക്കുക. അവിടെ നിന്ന് ഇവിടെ 0 വന്നിട്ട് എത്ര ഉണ്ടോ അതിനനുസരിച്ച് മെഷർ ചെയ്യുക. മനസ്സിലായല്ലോ? എന്നിട്ട് അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഇനി മൂവിങ് തിങ്സ് അറൗണ്ട് അസ്. ഇനിയും പറയുന്നത് നമ്മൾ മോഷനെ കുറിച്ചാണ്. ഇനിയുമാണ് നമ്മൾ മോഷൻ എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം എന്താണ് മോഷനും റെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് മീൻസ് വി ആർ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓർ വി ആർ ചേഞ്ചിങ് അവർ പൊസിഷൻ. നമ്മുടെ സ്ഥാനം നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയത്തിനനുസരിച്ച്. നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ, അല്ലെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സാധനങ്ങളുണ്ട്, അല്ലേ? എന്താ ബട്ടർഫ്ലൈ ഉണ്ടാവും, ഡോഗ്, കൗവ്, യുവർ ഹാൻഡ്, സ്മോൾ ബേബി, ഫിഷ് ഇൻ ദ വാട്ടർ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. അത് ചിലതൊക്കെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ചിലത് മൂവ് ചെയ്യാത്തത് നമ്മൾ റെസ്റ്റിംഗ് പൊസിഷൻ, അല്ലേ? റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. നോക്കാം ഇനി ഇതിൽ ഏതൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് റെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. You might have noticed that the bird is not at the same place after some time, while the table is the same place. അതായത് നമ്മൾ പറയുന്നത്, നമ്മളൊരു ബേർഡിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബേർഡ് ഓരോ സമയത്തും ഓരോ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? സ്ഥിരമായിട്ടൊരു സ്ഥലത്തിരിക്കുമോ? പക്ഷെ നമ്മുടെ മുന്നേ കിടക്കുന്ന മേശ അതൊരു സ്ഥലത്ത് തന്നെ എടുക്കുക. അത് നമ്മൾ എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, ശരിയല്ലേ? അപ്പോൾ ആ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റിംഗ് പൊസിഷനില്ല. പക്ഷെ ബേർഡ് എന്ന് പറയുന്നതോ അതിങ്ങനെ പറന്നും നടന്നും മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് മൂവിങ് ആണ്, അല്ലേ? അത് മോഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കി ഒരു ആക്ടിവിറ്റി എന്നുണ്ട്. സ്പ്രെഡ് എ ലാർജ് ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് കീപ് എ ലിറ്റിൽ ഷുഗർ ഇൻ ഇറ്റ്. ആൻഡ്സ് ആർ ലൈക്ലി ടു ബി അട്രാക്റ്റഡ് ടു ദ ഷുഗർ. അതായത് ഒരു വെള്ള ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇടുക.
and you will find many ants crawling on the sheet of the paper stone. For any one ant, try and make a small mark with a pencil near its position when it has just crawled onto the sheet of paper. Keep the marking its position after a few seconds as it moves along the sheet of paper. After some time, shake the paper free of the sugar and the ants connect the different points you have marked with arrows to show the direction in which the ant was മൂഡ് നോക്കി. ഇതിപ്പോൾ ആ ഷീറ്റിനകത്ത് കുറച്ച് പഞ്ചസാര നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഉറുമ്പ് വരുന്നെന്ന് വിചാരിക്കുക. ഈ ഉറുമ്പ് ആദ്യം എവിടെയാണോ എടുക്കുന്നത് അവിടെ നമ്മളൊരു പോയിന്റ് കൊടുക്കുന്നു. പിന്നെ കുറച്ച് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് പിന്നെ അത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ ഉറുമ്പ്, അടുത്ത പോയിന്റ് കൊടുക്കുന്നു, അടുത്ത പോയിന്റ്, എന്നിട്ട് ഇങ്ങനെ ഓരോ പോയിന്റിൽ ഈ ഉറുമ്പ് മൂവ് ചെയ്യുന്നിടത്ത് നമ്മൾ പെൻസിൽ കൊണ്ടൊരു മാർക്ക് ചെയ്തിട്ട് ഈ ഷീറ്റിലെ ഉറുമ്പിനെയും പഞ്ചസാരയും കുടഞ്ഞു കളയുക. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് വരച്ചെടുക്കാം. അതെന്താ, ആ ഉറുമ്പ് മൂവ് ചെയ്ത പൊസിഷൻസ് ആണ്, അത് പോയ വഴി. സോ ഈച്ച് പോയിന്റ് യു ഹാവ് മാർക്ക് ഇറ്റ് ടു ഷോ വെയർ ദ ആൻഡ് മൂവ് ടു ഇൻ ഇൻ്റർവൽസ് ഓഫ് ഫ്യൂ സെക്കൻഡ്സ്. കുറച്ച് സമയത്തിനുള്ളിൽ ആ ആൻഡ് മൂവ് ചെയ്ത സ്ഥലമാണ് നമ്മൾ കാണുന്നത്. മോഷൻ സീംസ് ടു ബി സം കൈൻഡ് ഓഫ് ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് വിത്ത് ടൈം. സോ വാട്ട് ഈസ് മോഷൻ? Motion is a kind of change of position. That means ഒരു സാധനം മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതതിൻ്റെ പൊസിഷൻ, അതിൻ്റെ സ്ഥാനം മാറുന്നു എന്നാണ് അർത്ഥം. എങ്ങനെ മാറുന്നു? വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയത്തിനനുസരിച്ച് മാറുന്നു എന്നാണ് അർത്ഥം. ആക്ടിവിറ്റി 5, where did you place the object like clock, sewing machine of the electric fan in your grouping of object? Are these objects moving from place to place? ചില സാധനങ്ങളുടെ പേരാണ് പറയുന്നത്. ക്ലോക്ക്, തയ്യൽ മെഷീന്, ഇതൊക്കെ ഇലക്ട്രിക് ഫാന്, ഇതൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഡു യു നോട്ടീസ് മൂവ്മെൻറ്റ് ഓഫ് എനി ഓഫ് ദീസ് പാർട്സ്? ദ ബ്ലേഡ് ഓഫ് ദ ഫാൻ ഓഫ് ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്, അല്ലേ? ഫാനിൻ്റെ ബ്ലേഡ്, ക്ലോക്കിൻ്റെ സൂചി, ഇതൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പലതരത്തിലുള്ള മൂവ്മെൻറ്റാണ്. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റിന് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? നമ്മൾ കണ്ട ആൻഡ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് ഒരു ഫോഴ്സും ഇല്ലാതെ അത് തനിയെ മൂവ് ചെയ്യുകയാണ്. അത് ഒരു ലിവിങ് ഓർഗനിസമാണ്, അല്ലേ? അത് ജീവനുള്ള ഒരു വസ്തുവാണ്. പക്ഷേ ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ക്ലോക്ക്, ഫാന്, ഇതൊന്നും ലിവിങ് അല്ല, പക്ഷേ ഇതൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻസ്. ഇവിടെ 2 ടൈപ്പ് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന, അതായത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ. മറ്റേന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ പോകുന്നു. നോക്കാം. യു മേ ഒബ്സർവ് ദ മോഷൻ ഓഫ് എ വെഹിക്കിൾ ഇൻ എ സ്ട്രെയിറ്റ് റോഡ്, മാർച്ച് പാസ്റ്റ് ഓഫ് എ സോൾജേഴ്സ് ഇൻ ദ പരേഡ്, ഓർ ദ ഫോളിംഗ് ഓഫ് സ്റ്റോൺ. വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ഈസ് ദിസ്? അപ്പോൾ ഈ 2 എക്സാമ്പിളും, അതായത് റോഡിലൂടെ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന വാഹനങ്ങളും പിന്നെ സോൾജിയേഴ്സിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പരേഡുകൾ, പിന്നെ അതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സ്റ്റോൺ, ഇതെല്ലാം നേരെയാണ് പോകുന്നത്, അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പറയുന്ന മോഷൻ. അപ്പോൾ ഇതെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്, അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ. കാർ മൂവ് ചെയ്യുന്നുണ്ട്, പരേഡിലെ സോൾജിയേഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്, സ്റ്റോൺ ഒരു സ്ഥലത്ത് നിന്ന് മുകളിൽ നിന്ന് സ്റ്റോൺ താഴേക്ക് പതിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റെക്റ്റിലീനിയർ മോഷൻ. ഇതിനെ നമ്മൾ ലീനിയർ മോഷൻ എന്നും പറയും. നിങ്ങൾ ലീനിയർ മോഷൻ എന്ന് കേട്ടാലും മറ്റൊന്നുമല്ല, അത് ഒരു ലൈനിലൊരു സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനെല്ലാം നമ്മൾ പറയുന്ന പേര് റെക്റ്റിലീനിയർ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ എന്നാണ്. അപ്പോൾ എന്താണ് റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് ദാറ്റ് മൂവ് എലോങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുക. അടുത്തത് ആക്ടിവിറ്റി 7. Take a stone and thread to it and wool the ends with hand. Observe the motion of the stone. We see that the stone moves along the circular path. In this motion, the distance of the stone from your hand remains the same. This type of motion is called circular motion. ഇനി അടുത്ത സർക്കുലർ മോഷനാണ്. ഈ സർക്കുലർ മോഷൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കാണുന്നതെല്ലാം. അതായത് ഒരു കാള ഇതുപോലെ ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ കണ്ടോ ഈ ഡിറക്ഷൻ കാണിക്കുന്ന പിന്നെ അടുത്ത ഫാന്, പിന്നെ നമ്മൾ പറഞ്ഞേ സ്റ്റോണിൻ്റെ അറ്റത്ത് ഒരു നൂല് കെട്ടിയിട്ട് ചുഴറ്റുന്നത്.
അപ്പം നമ്മൾ ഈ കണ്ട 3 എക്സാമ്പിൾസും, അതായത് ഈ എന്താ പറയുന്നത്, കാള ഇതിന് ചുറ്റും നടക്കുന്നത്. അപ്പം ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടാണ്. ഈ സെൻറ്ററിൽ നിന്ന് ഈ കാളയുടെ ഓരോ മൂവ്മെൻറ്റും, ഇത് ഇവിടെ നിന്ന് ഇവിടെ, ഇവിടാണ് ഇവിടെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും സെൻറ്ററിൽ നിന്ന് ആ ഓക്സിൻ്റെ അടുത്ത് വരെ ഉള്ളത്. അതുപോലെ ഫാനിൻ്റെ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ലീഫിലേക്കുള്ള ഡിസ്റ്റൻസ് അതും സെയിം ആയിരിക്കും. പിന്നെ അതുപോലെ ഈ കുട്ടി ചുഴറ്റുന്ന ഇതിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടിയിട്ടുണ്ട്. ആ കല്ലും ആ കുട്ടി പിടിച്ചിരിക്കുന്ന കൈ കണ്ടോ, ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഇത്തരം മൂവ്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സർക്കുലർ മോഷൻ. ദാറ്റ് മീൻസ് മോഷൻ ഇൻ എ സർക്കിൾ. അതായത് ആ മോഷൻ ഒരു സർക്കിളിലാണ്, സെൻട്രലിൽ നിന്നും സെയിം ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓരോ പോയിന്റിലും അല്ലെ ഓരോ പൊസിഷനിലും എന്ന് പറയാം. അത്തരം മോഷൻ നമ്മൾ പറയുന്ന പേരാണ് സർക്കുലർ മോഷൻ. ദ മോഷൻ ഓഫ് എ പോയിന്റ് മാർക്ക്ഡ് ഓൺ ദ ബ്ലേഡ് ഓഫ് ഇലക്ട്രിക് ഫാൻ or the hands of the clock are the examples of circular motion. Hands of the clock, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ക്ലോക്ക് എന്ന് പറഞ്ഞാലും മോഷൻ പലവിധമുണ്ട് ക്ലോക്കിനെ ബേസ് ചെയ്ത്. ഇത് ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്, അതായത് അതിൻ്റെ സെക്കൻഡ് സൂചി അല്ലെങ്കിൽ മിനിറ്റ് സൂചി, അവേഴ്സ് ഹാൻഡ്, ഇപ്പോൾ അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്, അങ്ങനെയുള്ള സൂചികളുടെ മോഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അത് ഓർത്തിരുന്നോണം. The electric fan or the clock by themselves are not moving from one place to another, but the blade of the fan rotate and so do the hands of the clock. If we mark a point anywhere on the blade of the fan or on the hands of the clock, the distance of this point from the center of the fan or the clock will remain the same. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഫാനിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ബ്ലേഡിൻ്റെ ഏത് ഭാഗത്തേക്കുള്ള ദൂരം ഒരുപോലെ ആയിരിക്കും. അതുപോലെ നമ്മൾ ക്ലോക്ക് വരച്ചാൽ ക്ലോക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ഏത് ഭാഗത്തേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. ഇത്തരം മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഇനിയും ഇതിന് വേറെ ചില, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഹോൾഡ് ചെയ്യുന്ന, സ്റ്റോൺ ഹോൾഡ് ചെയ്യുന്നത്, അതായത് ഒരു കുട്ടി കയ്യിൽ ഒരു സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊരു നൂല് കെട്ടിയിട്ട് അത് ചുഴറ്റുന്നു, അതാണ് നമ്മൾ സർക്കുലർ മോഷന് വരുന്നത്. ഇനി ഇതിൻ്റെ പൊസിഷനൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ആ കുട്ടി കയ്യിലിരിക്കുന്ന നൂലിൻ്റെ അറ്റം ഇവിടെ പിടിച്ചിരിക്കുന്നു, അതിന് ശേഷം അത് തൂക്കിയിട്ടേക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് സ്റ്റോൺ. ഇങ്ങനാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്നത് ദാ ഇവിടെയും പിന്നെ ഇങ്ങനെയും ആയിരിക്കും അല്ലേ, പിന്നെ ഇങ്ങോട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നത്, അതല്ലേ, പിന്നെ ഇങ്ങോട്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇങ്ങനെ അല്ലേ. ഈ മൂവ്മെൻറ്റ് നമ്മൾ പറയുന്ന പേര് പീരിയോഡിക് മോഷൻ എന്നാണ്. പീരിയോഡിക് മോഷൻ എന്നാണ് പറയുന്നത്. അപ്പം 2 ടൈപ്പുള്ള മൂവ്മെൻ്റ് ആണ്. വസ്തു ഒന്ന് തന്നെയാണ്, സ്റ്റോണിനറ്റത്ത് നൂല് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ കണ്ടത് സർക്കുലർ മോഷനും ഇത് പീരിയോഡിക് മോഷനുമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ടേക്ക് ദ സ്റ്റോൺ ടൈഡ് അറ്റ് ദ സ്ട്രിങ് ദാറ്റ് യു യൂസ്ഡ് ഇൻ ആക്ടിവിറ്റി 6. നൗ ഹോൾഡ് ദ സ്ട്രിങ് ഇൻ യുവർ ഹാൻഡ് ആൻഡ് ലെറ്റ് ദ സ്റ്റോൺ ഹാങ് ഫ്രം ഇറ്റ്. ഇങ്ങനെ തൂക്കിയിട്ടേക്കുക. പുൾ ദ സ്റ്റോൺ വൺ സൈഡ് വിത്ത് ദ അതർ ഹാൻഡ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ദിസ് ഈസ് പെൻഡുലം. ഇതിന് നമ്മൾ പറയുന്ന പേര് പെൻഡുലം എന്നാണ് കേട്ടോ. അതായത് അതിൻ്റെ പിക്ചർ ഞാൻ തന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സംതിങ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഫൺ വിത്ത് ആൻഡ് സംതിങ് ദാറ്റ് വിൽ ഹെൽപ്പ് ദ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പീരിയോഡിക് മോഷൻ. Motion of a pendulum, a branch of tree moving to and fro, motion of a child on a swing. ഇതൊക്കെ എന്താണ്, പീരിയോഡിക് മോഷന് എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ തബല, ഡ്രം, ഇതിൻ്റെയൊക്കെ ഗിത്താറ്, ഇതിൻ്റെയൊക്കെ മോഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് മോഷനാണ്. ആൻഡ് an object or a part of it repeats its motion after a fixed interval of time. പീരിയോഡിക് മോഷൻ്റെ പ്രത്യേകതയാണത്. നമ്മൾ സർക്കുലർ മോഷന് പറഞ്ഞിരുന്നു അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എല്ലാ വശത്തേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും മോഷനില്ലെന്ന്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇത് ഒരു വൈബ്രേഷൻ പോലാണ്, അതായത് ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പെൻഡുലം ഉണ്ടല്ലോ, അതായത് പെൻഡുലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ട്രിങ്ങിൽ കെട്ടിയിരിക്കുന്ന സ്റ്റോൺ, ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് വരുന്നു, അതിന് ശേഷം അത് തിരിച്ച് അതേപോലെ പോകുന്നു, വീണ്ടും അത് ഇങ്ങോട്ട് വരുന്നു, അതിന് ശേഷം അത് വീണ്ടും തിരിച്ച് ഈ ഭാഗത്തേക്ക് പോകുന്നു. മനസ്സിലായി? അപ്പം അങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതും ഒരു ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം, ഒരു ഫിക്സ്ഡ് ഇൻ്റർവെൽ ഓഫ് ടൈമിനുള്ളിലാണ്
അങ്ങനെ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. You must have observed that it remains at the same location while its wheel move with a circular motion. It also have a needle that ഇതൊരു sewing മെഷീൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. Needle that moves up and down continuously. As long as the wheel rotates, needle is undergoing periodic motion. ഇത് രണ്ട് ടൈപ്പ്. ഒരു sewing മെഷീൻ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് ടൈപ്പിലുള്ള മോഷനുണ്ട്. ഒന്നെന്ന് പറയുന്നത് പീരിയോഡിക് മോഷനാണ്, മറ്റേതെന്ന് പറയുന്നത് സർക്കുലർ മോഷനാണ്. അതിനകത്തിൽ പീരിയോഡിക് മോഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സ്വിങ് മെഷീൻ്റെ സൈഡിൽ ഒരു വീലുണ്ട് അല്ലേ, ആ വീല് സർക്കുലർ മോഷനിലും അതിൻ്റെ അറ്റത്തുള്ള സൂചി അത് മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും മുകളിലോട്ടും താഴോട്ടും അങ്ങനെ ഒരു ഫിക്സഡ് ഇൻ്റർവെൽ. അപ്പോൾ ഇതെന്താണ്, ഈ വീലിൻ്റേത് സർക്കുലർ മോഷൻ, ഇത് സർക്കുലർ മോഷൻ, ഇതോ പീരിയോഡിക് മോഷൻ. അപ്പോൾ ഒരു മെഷീന് തന്നെ രണ്ട് ടൈപ്പ് മോഷൻസ് ഉണ്ടാകുന്നു. ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ ഈ കുട്ടി സ്വിങ് അതായത് നമ്മുടെ ഊഞ്ഞാലയിൽ ആടുന്നു. അതെന്താ ചെയ്യുന്നത്, അത് മുന്നോട്ടും പുറകോട്ടും ടു ആൻഡ് ഫ്രോ ആയിട്ടാണ്. അതുപോലെ ക്ലോക്കിലെ പെൻഡുലം, ഇതാണ് ഞാൻ പറഞ്ഞത് ക്ലോക്കിൻ്റെ മൂവ്മെൻറ്റ്. അതായത് ക്ലോക്കിൻ്റെ ഇത് സർക്കുലർ മോഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ പെൻഡുലം ഉണ്ടല്ലോ, അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഇത് പീരിയോഡിക് മോഷനാണ്. പിന്നെ അതുപോലെ ഇവിടുത്തെ മണി, അത് ആ ബെല്ലും പീരിയോഡിക് മോഷനാണ്. പിന്നെ ഇതുപോലെ തബല, ഗിത്താർ, ഇതിൻ്റെയൊക്കെ വൈബ്രേഷൻസ് ടു ആൻഡ് ഫ്രോ ആണ്, മുന്നോട്ടും പുറകോട്ടും ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം, ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഇതാണ് പെൻഡുലം എന്ന് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞല്ലോ പറയാമെന്നുള്ളത്, ഇതുപോലെ ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു ബോൾ അറ്റത്ത് തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പതിയെ വലിച്ചു വിട്ടാൽ മതി. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ടു ആൻഡ് ഫ്രോ ആയിട്ട്. ഇതിനെയാണ് നമ്മൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ടൈപ്പ് മോഷനെല്ലാം നമ്മൾ പീരിയോഡിക് മോഷൻ എന്നാണ് പറയുന്നത്. ഇനി ഒരു ബോൾ ഉരുണ്ട് പോകുന്നു എന്ന് വിചാരിക്കുക, ഗ്രൗണ്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഒന്നാമത്തെ കാര്യം, ഗ്രൗണ്ടിലൂടെ പോകുമ്പം ബോൾ മിക്കവാറും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് പോകുന്നത് അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പം അതെന്താണ്, റെക്റ്റിലീനിയർ മോഷനാണ്. പക്ഷേ ബോൾ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അത് ഉരുണ്ടാ പോകുന്നത് അല്ലേ, അതെന്താണ്, റൊട്ടേഷണൽ മോഷനാണ്. അപ്പോൾ ഒരു ഗ്രൗണ്ടിലൂടെ പോകുന്ന ബോളിന് രണ്ട് ടൈപ്പ് മോഷൻസ് ആണുള്ളത്. ഒന്ന് റെക്റ്റിലീനിയർ മോഷൻ, അത് സ്ട്രെയിറ്റ് ലൈനിൽ. മറ്റേത് റൊട്ടേഷണൽ മോഷൻ, അത് ഉരുണ്ട് പോവുകയാണ്. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ, ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ ഉരുണ്ട് പോകുന്നത് റൊട്ടേഷണൽ മോഷനാണ്. ഒരു കാരണവശാലും ഇത് സർക്കുലർ മോഷൻ എന്ന് നിങ്ങൾ പറയരുത്. അവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്, റൊട്ടേഷണൽ മോഷന് എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ ആണോ എന്ന്. സർക്കുലർ മോഷൻ അല്ല റൊട്ടേഷണൽ മോഷൻ. നമ്മൾ സർക്കുലർ മോഷൻ്റെ കണ്ടീഷൻ പറഞ്ഞിരുന്നു, സെൻട്രലിൽ നിന്നും സെയിം ഡിസ്റ്റൻസ് ആണ് എവരി ടൈം. ആ മൂവ്മെൻറ്റിന് ഒരേ എല്ലാ പൊസിഷനിലും ഒരേ ഡിസ്റ്റൻസാണ്. പക്ഷേ നമുക്കറിയാം ഗ്രൗണ്ടിലൂടെ പോകുന്ന അങ്ങനെയല്ല. ഗ്രൗണ്ടിലൂടെ അത് ബോൾ മുന്നോട്ട് ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് റൊട്ടേഷണൽ മോഷൻ എന്നാണ് പറയുന്നത്. And we did many measurement activities and discussed some kinds of motion. We saw that the motion is change in the position of an object with time. ഇതാണ് നമ്മുടെ എന്താ പറയുന്നത്, മോഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മോഷൻ ഈസ് ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്റ്റ് വിത്ത് ടൈം. അതാണ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത്. സോ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ടൈം. And the change of this position can be determined through distance measurement. This allows us to know how fast or slow motion is. ഇനി നമ്മൾ ഈ മോഷനിൽ എത്ര സ്പീഡ് കൂടുതലാണ് കുറവാണെന്ന് അറിയേണ്ടത്. അത് ഈ സമയത്തിനനുസരിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ 40 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് എത്ര എന്നറിയാം അല്ലേ. ഈ ഒരു മണിക്കൂറിൽ തന്നെ നമ്മൾ 60 കിലോമീറ്റർ നീങ്ങിയിട്ടുണ്ടെങ്കിലോ അതിൻ്റെ സ്പീഡ് കൂടുതലല്ലേ. സമയത്തിനനുസരിച്ച് ദൂരം കൂടുമ്പോൾ അതിന് സ്പീഡ് കൂടും. അപ്പോൾ ആ മോഷൻ എത്ര സ്ലോയിലാണ് ഫാസ്റ്റിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ മൂവ്മെൻറ്റ് ഓഫ് എ സ്നെയിൽ ഓൺ ദ ഗ്രൗണ്ട്, എ ബട്ടർഫ്ലൈ ഫ്ലിറ്റിംഗ് from flower to flower, a river flowing along the clear rounded pebbles, an aeroplane flying high up in the air, making jet trails,
മൂൺ ഗോയിങ് അറൗണ്ട് ദ എർത്ത്, ബ്ലഡ് ഫ്ലോയിങ് ഇൻസൈഡ് അവർ ബോഡീസ്, ദർ ഇസ് മോഷൻ എവരിവെയർ അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുപാടും എപ്പോൾ നോക്കിയാലും മോഷൻ ഉണ്ട്, ചലനം ഉണ്ട്. ഈ ചലനത്തിന് എന്താണ്? നമ്മൾ റെസ്റ്റും ചലനവും അല്ലേ? അതായത് സ്ഥിരമായിട്ട് ഒരിടത്ത് ഇരിക്കുന്ന വസ്തുക്കളും ചലിക്കുന്ന വസ്തുക്കളും അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ചുറ്റും ചലിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്, പല രീതിയിലുള്ള ചലനങ്ങളും. ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ ചലനങ്ങൾ കാണുമ്പോഴും ഇത് ഏത് തരത്തിലുള്ള ചലനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം.